ഗുഡ് മോർണിംഗ്. ഇന്നൊരു ബിസി ഡേ ആണ്. നമ്മൾ അബുദാബിയിൽ ഹൗസ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ നല്ല സൗകര്യമുള്ള ഒരു വീട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസും ടോസ്റ്റീസുമാണ്. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓറഞ്ച് ജ്യൂസിൻ്റെ സീഡ് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോഴാണ് ഓറഞ്ച് ജ്യൂസിനൊരു ബിറ്റർ ടേസ്റ്റ് കിട്ടുന്നത്. സോ ഇങ്ങനെ പൾസ് ചെയ്തിട്ട് നമ്മൾ ജ്യൂസ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൻ്റെ സീഡ് അങ്ങനെ തന്നെ നമ്മൾക്ക് അരിച്ചെടുക്കാൻ പറ്റും. അതൊന്നും മിക്സ് ആവില്ല. നല്ല സ്വീറ്റ് ആൻഡ് സാറായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടും. എൻ്റെ ഫ്രണ്ട് ഗുജറാത്തിൽ പോയപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് ഈ ഗുജറാത്തി ടോസ്റ്റ് അല്ലെങ്കിൽ റസ്ക് എന്ന് പറയാം. ഇത് നല്ല ടേസ്റ്റി ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബനാന ടോപ്പിംഗ് ആസ് എ ടോപ്പിംഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ബ്ലാക്ക് സെസ്മി സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സെസ്മി സീഡ്സ് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സ്ലൈറ്റ് ക്രഞ്ച് ആൻഡ് ഓയിലിൻ്റെ ടേസ്റ്റ്. നല്ലൊരു ഹോൾസം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്നത്തേത്. ഓറഞ്ച് ജ്യൂസ് ആൻഡ് ടോസ്റ്റീസ്. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വീടുകൾ നോക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്വിക്കായിട്ടുള്ളൊരു ലഞ്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. വെജിറ്റബിൾ സ്റ്റൂ ആൻഡ് അപ്പമാണ്. വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ മെയിൻലി ഇതിൽ യൂസ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് വെജിറ്റബിൾ സ്റ്റൂവിൽ. സോ ഇതിനെല്ലാം നമുക്ക് റഫ്ലി ചോപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ പോട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നത്. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു തെറ്റാണ്. ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് പുറത്തെടുത്ത് വെക്കണം ഫ്രിഡ്ജിൻ്റെ. പക്ഷെ ഞാനത് മറന്നു പോവും. സോ ഞാൻ മൈക്രോവേവിൽ ഇട്ടിട്ട് അതിനെ ഡീഫ്രോസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് നമുക്ക് കിട്ടും. ഞാനിതിൽ 1-ാം പാല് 2-ാം പാല് യൂസ് ചെയ്യുന്നുണ്ട്. 2-ാം പാല് വെച്ചിട്ടാണ് ഞാൻ വെജിറ്റബിളിനെല്ലാം കുക്ക് ചെയ്യുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. സ്റ്റ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ട്. അതാണ് ഫ്രഷ്ലി കോക്കനട്ട് മിൽക്കിൻ്റെ. അതേപോലെ തന്നെ ഈ ഫ്ലേവേഴ്സിൽ ഒളിച്ചിരിക്കുന്ന കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട്. കറിവേപ്പിലയുടെ, നല്ല എരിവുള്ള പച്ചമുളകിൻ്റെയും, പിന്നെ ലാസ്റ്റ്ലി നമ്മൾ ഇടുന്ന ഫ്രഷ്ലി ഗ്രൗണ്ടഡ് പെപ്പറിൻ്റെ ഒക്കെ ഫ്ലേവറാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഹംബിൾ ഡിഷാണ്. ഈ സ്റ്റൂ അല്ലെങ്കിൽ ഇഷ്ടു എന്ന് പറയുന്ന സംഭവം എനിക്ക് കഴിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനെയാണ് ഓർമ്മ വരുന്നത്. കാരണം ക്രിസ്മസ് ആവുന്ന സമയത്ത് അവർ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ ഒക്കെ വെക്കും. അതിൽ നിന്ന് വരുന്ന അരോമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സോ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇഷ്ടു എന്ന് പറയുന്നത്. നമ്മൾ കേരള മലയാളീസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതയാണ്. കാരണം ഞാൻ ഈ ഒരു ഡിഷ് വേറെ ഒരു സ്റ്റേറ്റിലും കണ്ടിട്ടില്ല. വിശാലിന് നല്ല രീതിയിലായിട്ട് ഇഷ്ടമാണ് അപ്പവും സ്റ്റൂവും. ഞാൻ മുട്ട വിശാലിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഞാൻ ഈ കറിയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഡെഫിനറ്റ്ലി വെജിറ്റബിൾ അല്ലാതെ ചിക്കൻ, മട്ടൻ, എഗ്സ് വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റൂ കറി ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. അതേപോലെ തന്നെ അപ്പം, ഇടിയപ്പം ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ പോകുന്നൊരു ഡിഷും കൂടിയാണ്. വീട് തപ്പി രാത്രിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ദ ചീസ് കേക്ക് ഫാക്ടറി. ആദ്യം തന്നെ ഇവർ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്ന ഒരു ഐറ്റം ആണ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഇവിടുത്തെ ബ്രെഡ് 2 തരത്തിലുള്ള ബ്രെഡാണ്. ഒരെണ്ണം ബ്രൗൺ ആൻഡ് ഡാർക്ക് കളർ ആയിട്ടുള്ളൊരു ബ്രെഡാണ്, മറ്റേതൊരു വൈറ്റ് ബ്രെഡാണ്. ഇതിൽ നിന്ന് മസ്റ്റായി ട്രൈ ചെയ്യേണ്ടത് ബ്രൗൺ ബ്രെഡാണ്. ഇത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. ഈ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് നമ്മൾ ലൂർപ്പാക്ക് ആയാലും അല്ലെങ്കിൽ സാലിസ്ബറി, അമൂൽ ഈ ബട്ടറിലൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇവിടുത്തെ ബട്ടറിന്. നമ്മൾ ഡ്രിങ്കിന് ഓർഡർ ചെയ്തത് സ്ട്രോബെറി മൊഹീറ്റോ ആണ്.
ഇതൊരു എന്താ പറയുക നാച്ചുറൽ സ്ട്രോബെറി ടേസ്റ്റ് ഉണ്ട്. നാച്ചുറൽ, I mean it doesn't feel like it, you know, they have added some flavor or something. Try. റിയൽ സ്ട്രോബെറിൻ്റെ പൾപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വിശാലിനും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് നമ്മൾ ആസ് എ സ്റ്റാർട്ടർ വാങ്ങിച്ചിട്ടുള്ളത് ഫ്രൈഡ് മാക്ക് ആൻഡ് ചീസ് ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറേ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ കണ്ടു, സൂപ്പർബാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് അധികം കഴിക്കാൻ പറ്റില്ല, കാരണം ഇത് വളരെ ചീസ് ഫിൽഡ് ആണ്. പിന്നെ പുറത്തുള്ള സോസും മൊസറെല്ല സോസ് പോലെയാണ്, ഭയങ്കര ചീസിയാണ്. സോ കുറേ കഴിക്കുമ്പോൾ കുറച്ച് മത്ത് തോന്നും. നമ്മുടെ സ്റ്റാർ ഡിഷ് എന്ന് പറയുന്നത് ജമൈക്കൻ ഷ്രിംപ് ആൻഡ് ചിക്കൻ കോമ്പിനേഷൻ ആണ്. ജമൈക്കൻ ഫ്ലേവേഴ്സ് ഞാൻ ഇതേവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. You can eat it directly from that if you want. എങ്ങനെയുണ്ട്? ഒരു ബാർബിക്യൂ സ്വീറ്റ് പിന്നെ ചില്ലി ഫ്ലേവർ മിക്സ്ഡ് ആണ്. നല്ല ഒരു പ്രത്യേക ഫ്ലേവറാണ്. യു മസ്റ്റ് ട്രൈ ദിസ്. ഇതിൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇത് ബ്ലാക്ക് ബീൻസ് ആണ്. ഇത് കുറച്ച് നമ്മുടെ സാലഡ് പോലെ, പൊട്ടാറ്റോ, പൈനാപ്പിൾ, ഒനിയൻസ് ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ ഇതിൽ ഷ്രിംപ്സ് ആൻഡ് പിന്നെ നമ്മുടെ ചിക്കനും മിക്സ് ആണ് ഈ ഗ്രേവിയിൽ. പിന്നെ ഒരു ഫ്രൈഡ് ഐറ്റം ഇതെന്താണ് എനിക്കറിയില്ല. കഴിച്ചു നോക്ക്. ഇത് ചിലപ്പോൾ ബ്രിഞ്ചലായിരിക്കും. പ്ലാന്റെയിൻ എന്ന് വെച്ചാൽ പഴം. ഇതാണോ പഴം? പഴംപൊരി മാതിരി ഉണ്ട്. ഓ സൂപ്പർ സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസി ആണ്, പക്ഷെ ബാർബിക്യൂ ഫ്ലേവർ ആണ്. എനിക്ക് ബ്ലാക്ക് ബീൻസിന്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ബ്ലാക്ക് ബീൻസ് ഇസ് എ സൈഡ് ഐറ്റം. ബ്ലാക്ക് ബീൻസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം ട്രൈ ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പഴംപൊരി ആക്ച്വലി അത് പഴംപൊരി പോലെ തന്നെയാണ്. ഇഷ്ടമായി. കുറച്ച് പൈനാപ്പിൾ കഴിച്ച് നോക്കാം. പൈനാപ്പിൾ സാലഡ്. ടോട്ടലി വർത്ത് ഇറ്റ് ആണ്. ഏതാ കൂടുതൽ ഇഷ്ടമായി നമുക്ക്? Definitely this. So let's begin. ഇതാണ് ഹെർഷീസിൻ്റെ ചീസ് കേക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ ചോക്ലേറ്റ്. ഡെത്ത് ബൈ ചോക്ലേറ്റ് പോലെ തന്നെയാണ്. എക്സ്ട്രീംലി ചോക്ലേറ്റി. ഇവിടെ നിറയെ ചോക്ലേറ്റ് ചിപ്സും വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് ഇവിടെ ഇവർ കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൂസാണ്, ചീസിൻ്റെ മൂസ്. പിന്നെ ഇത് ഫുൾ തിക്ക് ചോക്ലേറ്റ് ഫഡ്ജാണ്. സോ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഭക്ഷണമെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടാണ്, ഓൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത്രയൊക്കെ കഴിച്ചതിൽ നമുക്കായ ബില്ലാണ് 213 dirhams. 200 dirhams എന്നൊക്കെ പറയുമ്പോൾ കുറേ വലിയ എമൗണ്ട് ആണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ സെലിബ്രേഷൻ അല്ലെങ്കിൽ നല്ല ഹാപ്പി മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ ചീസ് കേക്ക് ഫാക്ടറി നമുക്ക് ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഞാൻ ദുബായിൽ വന്ന സമയം തൊട്ടിട്ട് ഇതേവരെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീസ് കേക്ക് ഫാക്ടറിയിൽ പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. സോ അത്രയും നല്ലൊരു
ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് പോസിറ്റീവ് വൈബ്സ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. ദ ചീസ് കേക്ക് ഫാക്ടറിയിൽ പോയിട്ട് ചീസ് കേക്ക് ട്രൈ ചെയ്യുക. കാരണം അവരുടെ ചീസ് കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇന്ത്യയിൽ ഇതേവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ചീസ് കേക്ക് കഴിച്ചിട്ടില്ല. സോ ഞാൻ എപ്പോഴും വിശാലിനോടും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ UAE വിട്ടിട്ട് ഇന്ത്യയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ദ ചീസ് കേക്ക് ഫാക്ടറിനെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്. ടേക്ക് കെയർ ആൻഡ് ബൈ.